ഡൽഹി എന്ന മഹാനഗരത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൂടെയുള്ള യാത്രകൾ ഞങ്ങൾ തുടർന്നു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡൽഹിയിലെ ഏറ്റവും വലിയ ഗാർഡനായ ലോധി ഗാർഡനാണ്. 90 ഏക്കറോളം വിസ്തൃതിയിൽ തലസ്ഥാന നഗരിയിൽ പരന്നുകിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഉദ്യാനമാണിത്. 1414 മുതൽ 1451 വരെ ഡൽഹി ഭരിച്ചിരുന്നത് സയ്യിദ് ഡൈനാസ്റ്റിയാണ്. തുഗ്ലക് രാജവംശത്തിന്റെ പതനം ഉറപ്പായ കാലഘട്ടത്തിൽ സെൻട്രൽ ഏഷ്യയിലെ ശക്തനായ ടിമൂർ ഡൽഹി ആക്രമിച്ചു. ഡൽഹി ഭരിക്കാൻ ടിമൂറിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. ഡൽഹിയുടെ സ്വത്തായിരുന്നു അയാളുടെ ലക്ഷ്യം. ഡൽഹി കീഴടക്കിയ ശേഷം മുൾട്ടാൻ ഗവർണറായ ഖിസിർ ഖാൻ ടിമൂറിനു വേണ്ടി ഡൽഹി ഭരിച്ചു. ടോംബ് സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ വളരെ വലുതാണ്. തുഗ്ലക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ബാറ്റർ വോൾസ് ആണ് നിർമ്മിതികളിൽ കാണാൻ കഴിയുക. കെട്ടിടങ്ങൾക്കുള്ള ചെരിഞ്ഞ ഈ ഘടന അവയ്ക്ക് ബലം നൽകാനാണത്രേ. ഇതാണ് ബഡാ ഗുംബാദ്. സിക്കന്ദർ ലോധിയുടെ കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത്. ഇതിന് സമീപം ഒരു പഴയ മസ്ജിദ് നമുക്ക് കാണാം. വളരെ മനോഹരമായി മസ്ജിദിനുള്ളിൽ ഖുർആൻ ആയത്തുകൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ആയിരത്തി 1451 വരെയാണ് സയ്യിദ് ഡൈനാസ്റ്റി ഡൽഹി ഭരിച്ചത്. അതിനുശേഷം ലോധി ഡൈനാസ്റ്റി 1451 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ചു. ബഹ്ലുൽ ലോധി എന്ന അഫ്ഗാൻ വംശജനാണ് ലോധി രാജവംശത്തിന്റെ സ്ഥാപകൻ. മുഗൾ രാജവംശ സ്ഥാപകരായ ബാബർ 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ വധിച്ചുകൊണ്ട് ലോധി ഡൈനാസ്റ്റിയുടെ അവസാനവും മുഗൾ ഭരണത്തിന്റെ തുടക്കവും കുറിച്ചു. ശീഷ് ഗുംബാദ്. ലോധി വംശജരായ സുൽത്താൻമാരുടെയോ അവരുടെ കുടുംബത്തിന്റെയോ കബറിടങ്ങളാണ് ഈ നിർമ്മിതിക്കുള്ളിൽ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അവ ആരുടെയൊക്കെയാണ് എന്ന് അവ്യക്തമാണ്. സാൻഡ്സ്റ്റോണുകളും കല്ലുകളും അഫ്ഗാനിസ്ഥാനിലെ ടൈലുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന ഡൽഹിയിലൂടെ യാത്രകൾ തുടരും.